ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. നമ്മൾ ഇന്ന് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. 3 പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അളവിലാണ് ഞാൻ ഈ മുട്ടക്കറി തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ആദ്യമേ തന്നെ കുക്കറിൽ 3 മുട്ട വിസിൽ വിളിച്ച് എടുക്കുന്നുണ്ട്. മുട്ട വേവിച്ചെടുക്കാൻ നമുക്ക് 1 വിസിൽ മതിയാവും. ഇനി നമുക്ക് ബാക്കി പ്രോസസ്സിലോട്ട് പോകാം. അതിനുവേണ്ടി ഞാൻ 3 സവാള എടുത്തിട്ടുണ്ട്. സവാള ഞാൻ തൊലിയൊക്കെ പൊളിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു തക്കാളിയും ഒരു വലിയ പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവയൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിപ്പോൾ നല്ല സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മുട്ടക്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാൻ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് 1/4 ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലയും നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയ സവാളയും ചേർത്ത് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ശേഷം നമുക്ക് ഒരു അടപ്പ് വച്ച് ഇത് അടയ്ക്കുകയും ലോ ഫ്ലെയിമിലിട്ട് ഒരു 7 മിനിറ്റ് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ സവാള ഇപ്പം ഏകദേശം നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ആയ കട്ട് ചെയ്ത് മാറ്റിയ തക്കാളിയും പച്ചമുളകും ചേർത്ത് ഒരു 2-3 മിനിറ്റ് കൂടെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ടിത് നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് അടച്ചു വെച്ച് വേവിക്കാം. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ ഇപ്പോൾ ഏകദേശം നല്ലോണം ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഇത് സവാളയുടെ സമയത്താണ് ആഡ് ചെയ്യേണ്ടത്, നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടിത് പച്ചമണം മാറി കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കാം. 2-3 മിനിറ്റ് അതിൻ്റെ മണം ഒന്ന് മാറിക്കിട്ടാൻ അടച്ചു വയ്ക്കാം. മസാല ഒക്കെ ഡ്രൈ ആയി മാറിയിട്ടുണ്ട്, പച്ചമണമൊക്കെ ഓൾമോസ്റ്റ് മാറിയിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായ വെള്ളമാണ് ചേർക്കേണ്ടത്. നമ്മുടെ ഡ്രൈ മസാലയിലോട്ട് ഇനി നമുക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇത് തിളയ്ക്കും വരെ നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ ഫൈനൽ ഇൻഗ്രീഡിയൻസ് ആയ ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏതൊരു കറിയുടെയും മണത്തിനും ഗുണത്തിനും നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും ആഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഗരം മസാല. അപ്പോൾ നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. ഇനി നമ്മുടെ കറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് തന്നെ മുട്ടയാണ്. മുട്ടയില്ലാതെ എന്തോന്ന് മുട്ടക്കറി. അപ്പോൾ നമുക്ക് ആ മുട്ട കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളത് ഫസ്റ്റ് തയ്യാറാക്കി വച്ചിരുന്നതാണ്. അതിപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കാം. മുട്ടയും കൂടെ ചേർത്ത് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമ്മളൊരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ ബൈ.